നടത്തുന്നു. ആ തരത്തിൽ സതീശൻ്റെ നീക്കങ്ങളൊക്കെ പ്രധാനപ്പെട്ടതുകൂടിയായി മാറിയിട്ടുണ്ട് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വി ഡി സതീശൻ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ താരമായി എന്ന ചോദ്യത്തിന് നമ്മൾ കണ്ടെത്തുന്ന ചില ന്യായീകരണങ്ങളാണിത്. നമുക്ക് വിശദമായി തന്നെ എന്തുകൊണ്ട് വി ഡി സതീശൻ താരമായി എന്നുകൂടി വിശദമായി പരിശോധിക്കാം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലെ താരങ്ങളെ നമുക്കുണ്ട്. വി ആർ കാർത്തിക് കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ പൊതുവിൽ പറയുന്ന എല്ലാ കാലത്തും പിണറായി വിജയൻ ക്യാപ്റ്റൻ എന്ന ഇമേജ് പോലും അദ്ദേഹത്തിന് ഉണ്ടായതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ എന്ന പേര് നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നത് സതീശൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വലിയ വിജയമുണ്ട്. അതിൽ എപ്പോഴും വിജയിക്കുന്ന കക്ഷിയിലെ ഒരാളെ നേതാവായി ഉയർത്തിക്കാട്ടുന്ന രീതി പൊതുവിലുണ്ട്. പക്ഷേ ഇവിടെ സതീശൻ എന്ന പേര് പ്രതിപക്ഷ ചേരിയിൽ നിന്ന് UDF-ൽ നിന്ന് നമുക്ക് ഉയർത്തിക്കാട്ടേണ്ടി വരുന്നത് സതീശൻ്റെ തന്ത്രങ്ങൾ കൃത്യമായി അവിടെ പ്രകടമായിരുന്നു എന്നതാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മറുപടി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഒരു അജണ്ട നിശ്ചയിക്കുന്നതിൽ സതീശൻ വിജയിച്ചു എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം തൃക്കാക്കര മുതൽ തദ്ദേശം വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ വഹിച്ച പങ്ക് ചെറുതല്ല. സ്വാഭാവികമായും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷം വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സംഘടനാതലത്തിലും കോൺഗ്രസ് സാമ്പത്തികമായും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിലുമൊക്കെ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് പൊടുന്നനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പെൺകുട്ടി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നു. കോൺഗ്രസ് അപ്പാടെ ഇതിനു മുന്നിൽ എന്ത് ചെയ്യണം എന്ന് അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, വലിയൊരു വിഭാഗം നേതൃത്വം രാഹുലിന് പിന്തുണയുമായി രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ സാഹചര്യം മാനേജ് ചെയ്യുന്നതിൽ വി ഡി സതീശൻ എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് വിജയിച്ചു എന്ന് തന്നെ പറയണം. കാരണം അത് സ്വന്തം നിലപാട്, അതിനൊപ്പം പാർട്ടി ഉയർത്തുന്ന നിലപാട് ഇതായിരിക്കും എന്ന സന്ദേശം കൂടി ജനങ്ങൾക്ക് നൽകാൻ വി ഡി സതീശന് കഴിഞ്ഞിരിക്കുന്നു. തൃക്കാക്കര, പുതുപ്പള്ളി, അതോടൊപ്പം തന്നെ പാലക്കാട് ഈ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നത് വരെയുള്ള ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ സ്വാഭാവികമായും അഭിനന്ദനാർഹമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ താഴെത്തട്ടിൽ സംഘടനയുള്ള സ്ഥലങ്ങളായിരുന്നു ഇതുവരെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതും. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല. താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം കോൺഗ്രസിന് വളരെ ദുർബലമാണ്. സ്വാഭാവികമായും നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപ് അനന്തമായി നീളുന്ന സീറ്റ് വിഭജന ചർച്ചകൾ, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം നടക്കുന്ന പരസ്യ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, അതിനുശേഷം റിബൽ സ്ഥാനാർത്ഥികളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം, ഗ്രൂപ്പ് യോഗങ്ങൾ, അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പുകളിലെ പതിവ് എങ്കിൽ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഇത് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തോറ്റാൽ ഉത്തരവാദിത്വം തനിക്ക് മാത്രം, ജയിച്ചാൽ അത് UDF ടീം വർക്കിൻ്റെ വിജയം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇത്തരത്തിൽ പറഞ്ഞ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു നേതാവ് മറ്റൊരാളെ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. കാരണം ഉത്തരവാദിത്തമെല്ലാം സ്വയം ഏറ്റെടുക്കുന്നു. അത് തോൽവിയാണെങ്കിൽ അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു വെക്കുന്നു. ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും സതീശൻ പറഞ്ഞു വെച്ചത് ഇത് UDF ടീം വർക്കിൻ്റെ വിജയം എന്നാണ്. അതായത് വലിയ തോതിൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുക, അതേസമയം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെ വരും കാല പോരാട്ടങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസം പകരൽ കൂടിയാണത്. അത്തരത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ വി ഡി സതീശൻ ഈ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇനി മുന്നിലുള്ള വെല്ലുവിളി ചെറുതല്ല എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കണം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു മഹായുദ്ധമാണ് മുന്നിലുള്ളത് എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്. ആ മഹായുദ്ധത്തിന് ആവനാഴിയിലെ ഈ അസ്ത്രങ്ങൾ മതിയാകുമോ എന്ന് ചിന്തിക്കണം. സ്വാഭാവികമായും പാളയത്തിനുള്ളിൽ പടയുണ്ടാകും. മുന്നണി വിപുലീകരണത്തിനടക്കമുള്ള സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം UDF തുറന്നിടുന്നു. സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ചലനങ്ങൾ, സീറ്റ് വിഭജനം, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ വെല്ലുവിളിയായി മുന്നിലുണ്ടാകും. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നത് കണ്ടു തന്നെ അറിയണം. പക്ഷേ അപ്പോഴും പിണറായി 3.0 എന്ന നരേറ്റീവ് LDF പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു 100 സീറ്റിൽ അധികം നേടി UDF അധികാരത്തിൽ എത്തും എന്ന് പറഞ്ഞു വെക്കുന്നു. അത് കേവലം ഒരു പറഞ്ഞു വെപ്പിനപ്പുറത്തേക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകന് വരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. ആ ആത്മവിശ്വാസം നൽകൽ കൂടിയാണ് അത്തരത്തിലൊരു പ്രചോദനം നൽകുക എന്നത്. ആ അർത്ഥത്തിൽ വളരെ മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഹോംവർക്ക് കൂടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തണം. മറ്റൊന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചതിലൊക്കെ എതിരാളികളുടെ പ്രചാരണ തന്ത്രങ്ങളിൽ വീഴാതിരിക്കുക എന്നത് കൂടിയുണ്ട്. അവരുടെ അജണ്ട സെറ്റിങ്ങുകളിൽ വീഴാതിരിക്കുക എന്നത് കൂടിയുണ്ട്. സ്വാഭാവികമായും ക്ഷേമ പെൻഷനുകളും വികസന നേട്ടങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് സർക്കാർ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ക്ഷേമ പെൻഷനുടെ കാര്യത്തിൽ വളരെ തന്ത്രപൂർവമായ നിലപാട്, അത് ജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു വെക്കുന്നു. അതിനപ്പുറത്തേക്ക്
സാമ്പത്തികമായി അത് കേരളത്തിനുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ആ ഘട്ടത്തിലൊന്നും തന്നെ സജീവമായി ചർച്ചയിലെടുക്കാതെ അത് ജനങ്ങൾക്കുള്ള അവകാശമാണ് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ സജീവമായി ആ പെൻഷൻ നൽകിയതിനൊപ്പം ആ നൽകിയ തീരുമാനത്തിന് കടന്നാക്രമിക്കാതെ നിൽക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ കാലത്ത് കോവിഡ് കാലത്തൊക്കെ കിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അൻപേ തകർന്നു പോകാനുള്ള കാരണങ്ങളിൽ ഒന്നായി കണ്ടത് ആ ഘട്ടത്തിലെ കിറ്റ് വിതരണത്തെ അടക്കം വിമർശിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനങ്ങളെയാണ്. പക്ഷേ അതുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ 2021 ആകെ തകർന്നടിഞ്ഞ UDFന് ഒരു കരുത്ത് പകരുന്ന നേതാവിനെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. അത്തരത്തിലൊരു ചോയ്സ് തന്നെയായിരുന്നു VD സതീശനെന്ന് പ്രവർത്തകർക്ക് കൂടി തോന്നും വിധമാണ് തൃക്കാക്കര മുതൽ തദ്ദേശം വരെ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം UDFിൻ്റെ. യെസ്, വളരെ കറക്റ്റാണ് കാർത്തിക് ആ നിലപാട്. എന്തായാലും സതീശന് മുന്നിൽ താരമാണ് സതീശൻ, പക്ഷേ സതീശന് മുന്നിൽ വെല്ലുവിളി ചേർത്തല്ല. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നിലും കൂടി ഉണ്ടാവും. എന്തായാലും വളരെ നന്ദി കാർത്തിക്, പ്രതികരിച്ചു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ താരം VD സതീശനാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിയമസഭയിലേക്ക് എല്ലാമായോ എന്ന ചോദ്യത്തിന് ആയില്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് UDF മാറേണ്ടതുണ്ട്, ഒരുങ്ങേണ്ടതുണ്ട്, വെല്ലുവിളികൾ ചേർത്തല്ല. യെസ്, ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. ആരാവും കോഴിക്കോട്ടെ മേയർ? നമുക്കറിയാം CPMന് ഇടതുപക്ഷത്തിന് ആശ്വാസ വിജയമുണ്ടായ കോഴിക്കോട് CPMന്റെ മേയർ സ്ഥാനാർത്ഥി മുസഫർ അഹമ്മദ് പരാജയപ്പെട്ടു. ഇതോടെ പുതിയ മേയർ ആയിരുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. കോർപ്പറേഷൻ മേഖലയിൽ ഇടതുമുന്നണിയുടെ പ്രചരണ തന്ത്രങ്ങൾ ആകെ പാളുന്നതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതും. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ആരാവും കോഴിക്കോട്ടെ മേയർ, കോഴിക്കോട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്നത്. നമുക്ക് ആ സാധ്യതകളിലേക്ക് ആദ്യം തന്നെ പോകാം. ആരൊക്കെയാവും കോർപ്പറേഷനിലെ ഇത്തവണ കോഴിക്കോട്ടെ മേയർ സാധ്യതയിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഈ സാധ്യതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാധ്യതാ ചർച്ചകളിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു പേരുകാരി S. ജയശ്രീയാണ്. കോട്ടൂളി വാർഡിൽ നിന്നും ജയിച്ച S. ജയശ്രീ. കാരണം അവിടെ കോർപ്പറേഷനിൽ ഇത്തവണ ഒരു മേയർ ആരാകുമെന്ന ചോദ്യത്തിന് നേരത്തെ തന്നെ ഒരു മുൻകൂർ മേയർ സാധ്യതയെ കണ്ടുവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത്. പക്ഷേ മുസഫർ അഹമ്മദ് പരാജയപ്പെടുന്നു. അതോടുകൂടി S. ജയശ്രീ എന്ന പേരുകാരി S. ജയശ്രീയെ മേയർ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യതയോടെ പരിഗണിക്കുന്നു എന്നതാണ് കോഴിക്കോട് നിന്ന് വ്യക്തമായ കാര്യം. അതായത് വലിയ മുൻനിര താരങ്ങളല്ലാത്തവർ ഇത്തവണ കോഴിക്കോട് മേയറായി വരാനുള്ള സാധ്യത ചെറുതല്ല. അതാണ് CPM അവിടെ നടത്തുന്ന ആലോചനകൾ. ആ തരത്തിലേക്ക് ആലോചനകൾ കിടക്കുകയാണ്. അടുത്ത സാധ്യത ആർക്ക് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. മറ്റൊരു പേര് O. സദാശിവനാണ്. തടമ്പാട്ടു താഴം വാഴിൽ നിന്ന് ജയിച്ചു വന്ന O. സദാശിവനാണ്. സദാശിവനും കോഴിക്കോട് നിൽക്കുന്ന ഒരു പ്രാദേശിക നേതാവാണ്. പക്ഷേ സദാശിവൻ്റെ പേരും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തവണ കോർപ്പറേഷനിൽ CPMന് ഒരു ആശ്വാസ വിജയം നൽകിയ കോഴിക്കോട് ഒരു പുതുമുഖ മേയർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ മേയർ സംബന്ധിച്ച ആലോചനകൾ ഇടതുമുന്നണിയിൽ CPM കേന്ദ്രങ്ങൾ നടത്തുകയാണ്. എന്താണ് ഈ രാഷ്ട്രീയമെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കോഴിക്കോടിൻ്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ട നീക്കങ്ങൾ എന്തായിരുന്നു, അവിടെ CPMന് വെല്ലുവിളി ഉണ്ടായതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. എനിക്കൊപ്പം MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വടക്കൻ കേരളത്തിൽ ഒരു ആശ്വാസ വിജയം CPMന് ഇടതുമുന്നണിക്ക് നൽകിയത് കോഴിക്കോടാണ്. പക്ഷേ കോഴിക്കോട് വൻ വിജയം പ്രതീക്ഷിച്ചെടുത്ത് വളരെ നാരോ മാർജിനിലുള്ള ഒരു വിജയമാണ് സാധ്യമായിരിക്കുന്നത്. അവിടെ